ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവരാജ്യം എങ്ങനെയാണെന്നും ഇനി അതിലുള്ള നിയമം എന്തൊക്കെയാണെങ്കിലും ഒരു രാജ്യത്തിനൊരു നിയമം ഉള്ളതുപോലെ തന്നെ ദൈവരാജ്യത്തിനൊരു നിയമമുണ്ട്. ദൈവരാജ്യം എന്താണെന്ന് വളരെ കൃത്യമായി ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാവുകയോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്നും വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ മോശ എഴുതിയിരിക്കുന്ന ലോയെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ 20-ാം വാക്യത്തിലൂടെ പറയുമ്പോൾ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തെ നീക്കാൻ അല്ല വന്നിരിക്കുന്നത്, ഞാൻ നിവർത്തിപ്പാനാണ് വന്നിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ എതിർക്കുന്നില്ല കർത്താവ്. അതിനെ കവിഞ്ഞ ഒരു നീതി ദൈവമക്കൾക്കുണ്ടാകണം. അതാണ് മോശയുടെ ലോകം. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിഞ്ഞൊരു നീതി നമുക്കുണ്ടോ? അതിൻ്റെ പല കാര്യങ്ങളും. ദ ലോ ഓഫ് മർഡർ, അതിൻ്റെ 21-22 വാക്യങ്ങൾ പറയുന്നത്, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവ്വന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ദൈവരാജ്യത്തിൻ്റെ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് പകരം ഒരു മനുഷ്യനോട് കോപിച്ചാലോ അവനെ നിസ്സാരനാക്കി പറഞ്ഞാലോ അവൻ്റെ ഒന്നുമല്ലെന്ന് നമ്മൾ ചിന്തിച്ചാലോ നമ്മൾ കൊല ചെയ്യുന്ന കൊലയാളിക്ക് തുല്യമാണ്. അതാണ് ലോ ഓഫ് മർഡർ. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ദ ലോ ഓഫ് റെക്കൺസിലിയേഷൻ പറയുന്നുണ്ട്. 23 മുതൽ 26 വരെ. ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുപോരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിലനിൽക്കുക. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. നിൻ്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് കൊടുത്തു തീരുവോളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. രണ്ടാമത്, നിരപ്പ് പ്രാപിക്കാത്ത സഹോദരനോട് സ്നേഹമില്ലാത്ത എല്ലാവരോടും ആരോടും പിണങ്ങിയിരുന്നാൽ നീ സ്വർഗത്തിൽ പോകുകയല്ലെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. കൊല ചെയ്യുന്നത് കത്തി കൊണ്ട് കുത്തിക്കൊള്ളില്ലെന്നല്ല. അത് നമ്മളിപ്പോൾ കേട്ടു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മളുടെ വ്യഭിചാരത്തെപ്പറ്റി പറയുന്നത് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ദ ലോ ഓഫ് അഡൽട്ടറി, വ്യഭിചാരം ചെയ്തതെന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനകരമുണ്ട്. വലം കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ, അപ്പോൾ 30 മുതൽ വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, കണ്ണുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളെപ്പറ്റി, വ്യഭിചാരത്തെപ്പറ്റി നമ്മുടെ മനോഭാവം എപ്രകാരമാണ് ദൈവരാജ്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന അത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31, 32 വാക്യങ്ങളിൽ
ഡിവോഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 31 വാക്യം വിശുദ്ധ മത്തായി 5:31, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശമില്ല. പരസംഗത്തിൽ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ മോശ പറഞ്ഞിട്ടുള്ളൂ. അവളെ ഒരുത്തം വിവാഹം ചെയ്താൽ അവിടെയും പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു ഭീതിയും ഭാരവുമായി വന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെടുക്കുന്ന പ്രതിജ്ഞ, ഓത്ത്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കള്ളസത്യം ചെയ്തതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരുള്ള അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അതവൻ്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. നിൻ്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും അതിൽ ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ഓത്ത് എന്ന് പറയും, നമ്മളൊരാളോട് പറയുന്നത് സത്യമേ പറയാം, സത്യം പറയണം. നിസ്സാര കാര്യമാണെങ്കിൽ ചില ഭക്തന്മാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ അങ്ങനെ എന്തിനാ അങ്ങ് പറയുന്നത്? അത് തെറ്റാണ് അങ്ങനെ കള്ളം പറയുന്നത്. ഈ ഓത്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ വാക്കിന്, ദൈവമക്കളുടെ വാക്കിന് വലിയ വിലയുണ്ടായിരിക്കണം. നോമ്പ് ധ്യാനം കഴിഞ്ഞ് പുതിയ ഞായറാഴ്ചയിലേക്ക് നാളെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഈ വിശുദ്ധ മത്തായിയിലൂടെ നമ്മൾ പോകുമ്പോൾ നോമ്പിന് ശേഷമുള്ള സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ആ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ദ ലോ ഓഫ് നോൺ റെസിസ്റ്റൻസിനെ പറ്റി കാണുന്നു. അപ്പോൾ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് വരളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെവിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്കെന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സദ്ഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സദ്ഗുണപൂർണർ ആകുവേൻ. വളരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തെപ്പറ്റി പറയുന്ന, ശത്രുക്കളെ സ്നേഹിക്കാൻ ഇത് വല്ലതും നടക്കുന്നുണ്ടോ? ഇത് പൂർവീകരിക്കാൻ ഇത് നമ്മളിപ്പോൾ കേട്ടത് ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമമാണ്. വല്ലതും നടക്കുമോ നമ്മുടെ ജീവിതത്തിൽ? അതിൻ്റെ അവസാനമായി ആ അർത്ഥത്തിൽ ദ ലോ ഓഫ് ലവ്, സ്നേഹത്തെപ്പറ്റി കുറച്ചുകൂടെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൽഗുണപൂർണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണരാകുകയും. അപ്പോൾ ആ എതിർക്കാതെ സ്നേഹിക്കാനുള്ള വലിയ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ആ ദ ലോ ഓഫ് ലവ്, ആ സ്നേഹത്തിൻ്റെ, അതാണ് ദൈവസ്നേഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏത് രാജ്യത്തിനും അതിൻ്റെ നിയമമുണ്ടല്ലോ. ഭാരതത്തിന് ഒരു നിയമമുണ്ട്, ദൈവരാജ്യത്തിൻ്റെ നിയമമാണല്ലോ. ഇത് പാലിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കർത്താവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഈ നിയമങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ നിയമങ്ങൾ പ്രാവർത്തികമാകാതെ ഞങ്ങൾക്ക് പോകുന്നത്
ഞങ്ങളുടെ കുറവുകളാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ഒരാഴ്ചവട്ടക്കാലം കാത്തു സൂക്ഷിച്ച വലിയ കൃപകൾക്കായ സ്തോത്രം. നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.